ദയാലുവായ രാജാവും നിർദയനായ മന്ത്രിയും. ഒരു ഗ്രാമത്തിൽ രാഘവ് എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു. രാജാവ് തന്റെ ചെറിയ കുടുംബവുമൊത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷേ മന്ത്രിക്ക് രാജാവിന്റെ സ്വത്തിലും പദവിയിലുമായിരുന്നു കണ്ണ്. അപ്പോൾ മന്ത്രി ഇങ്ങനെ ചിന്തിച്ചു, ഒരുപക്ഷെ രാജാവ് മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തും പദവിയുമെല്ലാം തനിക്ക് കിട്ടുമല്ലോ. രാജാവിനെ വധിക്കാനായി മന്ത്രി കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നു. അവർ കൊട്ടാരത്തിലെത്തി രാജാവിന്റെ മുറിയെ ലക്ഷ്യമാക്കി മെല്ലെ നടന്നു നീങ്ങി. പക്ഷേ രാജാവിന്റെ ദാസി അവരെ കാണുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ ഭടന്മാരും വന്ന് അവരെ രണ്ടുപേരെയും പിടിച്ചുകെട്ടി. എന്നിട്ടവരെ കാരാഗ്രഹത്തിൽ അടച്ചു. മന്ത്രിക്ക് തന്റെ പദ്ധതി നടപ്പിലാകാതെ പോയതുകൊണ്ട് വളരെ ദേഷ്യം വന്നു. അയാൾ ഒരു മന്ത്രവാദിനിയെ കാണാൻ പോയി. അവൾ ആ മന്ത്രിയോട് ഇങ്ങനെ പറഞ്ഞു, ഓഹോ, നിങ്ങൾ ഈ മനുഷ്യന്മാരെ വിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ ദുർമന്ത്രവാദിനെ കാണണമെങ്കിൽ കാര്യമായി എന്തോ പ്രശ്നമുണ്ടല്ലോ. മന്ത്രി അവളോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. അവൾ പറഞ്ഞു, സഹായമോ? എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? മന്ത്രി അവളോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ രാജാവിനെ കൊല്ലാൻ സഹായിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ പകുതി ദേശവും പകുതി സമ്പത്തും തരാം. അവൾ മന്ത്രിയുടെ വാക്ക് സ്വീകരിച്ചു. അവൾ രാജാവിനെ വധിക്കുവാനായി രാജകൊട്ടാരത്തിലേക്ക് പോയി. അവൾ ഒരു സുന്ദരിയായ യുവതിയുടെ രൂപത്തിലായിരുന്നു കൊട്ടാരത്തിലേക്ക് പോയത്. അവൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ വളരെ പാവപ്പെട്ടവളാണ്. താങ്കളുടെ കൊട്ടാരത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരാൻ പറ്റുമോ? രാജാവ് ദയാലുവായിരുന്നതുകൊണ്ട് തൻ്റെ മകളെ നോക്കുവാനായി അവളെ നിയോഗിച്ചു. അവൾ ഒരു സാധാരണ സ്ത്രീയെ പോലെ കൊട്ടാരത്തിൽ ജീവിച്ചു. അവൾ രാജാവിൻ്റെ മകളെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു വന്നു. രാജാവിന് അവളുടെ പ്രവൃത്തികൾ വളരെ ഇഷ്ടമായി. അവളെ സ്ഥിരമായി കൊട്ടാരത്തിൽ താമസിക്കുവാൻ രാജാവ് അനുവദിക്കുകയും ചെയ്തു. അവൾ ഉള്ളിൽ വളരെയധികം സന്തോഷിച്ചു. ഒരു ദിവസം രാത്രി ഒരവസരം കിട്ടിയതും അവൾ രാജാവിൻ്റെ മുറിയിൽ പ്രവേശിച്ചു. ഒരു കത്തി കൊണ്ട് അവൾ രാജാവിനെ കുത്തിക്കൊലപ്പെടുത്തി. പെട്ടെന്ന് അവിടേക്ക് രാജാവിൻ്റെ പത്നി കയറി വന്നു. അവൾ രാജ്ഞിയെയും കൊലപ്പെടുത്തി. അപ്പോഴേക്കും മന്ത്രി അങ്ങോട്ടേക്ക് വന്നു. രാജാവ് മരിച്ചത് കണ്ട് അയാൾക്ക് വളരെയധികം സന്തോഷമായി. മന്ത്രി അവളോട് ഇങ്ങനെ പറഞ്ഞു, ആ പെൺകുട്ടി എവിടെ? അവളുടെ ശരീരം കാണാനില്ലല്ലോ ഇവിടെ. അവൾ മന്ത്രിയോട് പറഞ്ഞു, ആ കുട്ടിയെ ഇപ്പോൾ കൊല്ലാൻ പാടില്ല. അവൾ പ്രായപൂർത്തിയാവാത്തതിനാൽ നമ്മൾ അവളെ എങ്ങാനും കൊന്നാൽ ആ നിമിഷം നമ്മൾ രണ്ടുപേരും മരണപ്പെടും. അപ്പോൾ മന്ത്രി പറഞ്ഞു, പക്ഷെ അവൾ ഈ കൊട്ടാരത്തിൽ താമസിപ്പിച്ചാൽ അവൾ വലുതായി കഴിഞ്ഞാൽ അവൾ ഈ രാജ്യം ഭരിക്കും. നമ്മളെ അവർ അടിമകളെപ്പോലെ കണക്കാക്കും. അവൾ പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കണ്ട. ഞാൻ അവളെ ഇവിടെ നിന്നും മാറ്റി കാട്ടിനകത്തുള്ള എൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം. ഇനി അവൾ അവിടെ നിൽക്കട്ടെ. അവൾ വലുതായി കഴിഞ്ഞാൽ നമുക്കവളെ കൊന്നുകളയാം. മന്ത്രി പറഞ്ഞു. അവർ രണ്ടുപേരും ആ കൊടുങ്കാട്ടിനകത്ത് എന്താ കഴിക്കുക? അവൾ പറഞ്ഞു, അവൾക്ക് തിന്നാനുള്ള സാധനങ്ങൾ നമുക്കിവിടെ നിന്ന് കൊടുത്തയക്കാം. മന്ത്രി അവളുടെ വാക്കു കേൾക്കുകയും രാജാവിന്റെ മകളെ അവളുടെ സഹോദരിയോടൊപ്പം കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ദുർമന്ത്രവാദിനിയുടെ സഹോദരി അവളെ തൻ്റെ കൂടെ താമസിപ്പിച്ചു. അവൾക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. മന്ത്രി അവർക്ക് രണ്ടുപേർക്കുമുള്ള ഭക്ഷ്യസാധനങ്ങൾ കാട്ടിനകത്തേക്ക് കൊടുത്തയക്കുമായിരുന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. രാജാവിൻ്റെ മകൾ സുന്ദരിയായ യുവതിയായി മാറി. കാട്ടിനകത്തേക്ക് റേഷൻ കൊടുത്തുവിടുമ്പോൾ അവൾക്ക് വളരെ സന്തോഷമായിരുന്നു. കൊണ്ടുവരുന്നയാൾ തിരിച്ചു പോകുമ്പോൾ അവൾ വളരെ ദുഃഖിതയായി. ഒരു ദിവസം ഒരു രാജകുമാരൻ വേട്ടയാടാൻ വേണ്ടി ആ കാട്ടിനകത്തേക്ക് വന്നു. അയാൾ ആ രാജകുമാരി താമസിക്കുന്ന സ്ഥലത്തിനടുത്തെത്തി. രാജകുമാരൻ വേട്ടയാടി ഒരുപാട് തളർന്നിരുന്നു. അയാൾ വിശ്രമിക്കാനായി ഒരിടം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നദിയുടെ തീരത്ത് ഒരു ചെറിയ കുടിൽ കണ്ടു. അദ്ദേഹം ആ കുടിലിനടുത്തേക്ക് നടന്നു. അപ്പോൾ കണ്ടു, അവിടെ സുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നു. അയാൾ രാജകുമാരിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആരാണ് നീ? നീ ഘോരമായ വനത്തില് എന്താണ് ചെയ്യുന്നത്?
രാജകുമാരി പറഞ്ഞു, എൻ്റെ പേര് ദിവ്യ എന്നാണ്. ഞാൻ ചെറുപ്പം മുതൽ ഇവിടെയാണ് താമസം. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, പക്ഷെ ഇവിടെ കഴിക്കാൻ പോലും ഒന്നുമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും എങ്ങനെ അവിടെ ജീവിക്കുന്നത്? രാജകുമാരി ദിവ്യ ആ രാജകുമാരനോട് പറഞ്ഞു, ഒരാൾ ഇടയ്ക്ക് കുതിരപ്പുറത്ത് സാധനങ്ങളുമായി വരും, എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോവും. പക്ഷേ എനിക്കിതുവരെ ഒരു കാര്യം മനസ്സിലായിട്ടില്ല, ആരാണ് ഇത് കൊടുത്തുവിടുന്നതെന്ന്. എൻ്റെ അച്ഛനമ്മയെയോ കുടുംബത്തെയോ ഒന്നും എനിക്കറിയില്ല. രാജകുമാരൻ ഇതെല്ലാം കേട്ട് വളരെ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം രാജകുമാരിയോട് പറഞ്ഞു, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാം. നാളെ അയാള് നിങ്ങൾക്ക് ഭക്ഷണവുമായി വരുമ്പോൾ അയാൾ അറിയാതെ ഞാൻ അയാളെ പിന്തുടരാം. ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തയക്കുന്നതെന്ന് അറിയാമല്ലോ. പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളെയും കണ്ടുപിടിക്കാം. രാജകുമാരി ദിവ്യയ്ക്ക് വളരെ സന്തോഷമായി. അവൾ രാജകുമാരനോട് പറഞ്ഞു, താങ്കൾ എൻ്റെ കുടുംബത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ ആ സഹായം ഒരിക്കലും മറക്കില്ല. രാജകുമാരൻ ആ കുടിലിൽ ഒളിച്ചിരുന്നു. പിറ്റേ ദിവസം ഒരാൾ കുതിരപ്പുറത്ത് അവർക്കുള്ള സാധനങ്ങളുമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ അത് ആ കുടിലിന് മുൻപിൽ വെച്ച് വേഗം തന്നെ തിരിച്ചുപോയി. രാജകുമാരൻ അയാളുടെ പുറകെ തന്നെ പോയി. ആ യാത്ര അവസാനിച്ചത് ഒരു കൊട്ടാരത്തിന്റെ മുൻപിലായിരുന്നു. രാജകുമാരൻ ആരും കാണാതെ അയാളുടെ പിറകെ ആ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ മന്ത്രിയും ആ ദുർമന്ത്രവാദിനിയും അയാളോട് ഇങ്ങനെ പറയുന്നത് കേട്ടു. എങ്ങനെയുണ്ട് രാജകുമാരിക്ക്? അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ആ സൈനികൻ പറഞ്ഞു, ഇല്ല മഹാരാജാവേ, അവർക്കൊരു കുഴപ്പമില്ല. അവർക്കിപ്പോഴും സത്യമൊന്നും അറിയില്ല. അവരാണ് ഈ രാജ്യത്തിന്റെ മഹാറാണി എന്ന്. രാജകുമാരൻ എല്ലാ കാര്യങ്ങളും കേട്ടു. അദ്ദേഹം കൊട്ടാരത്തിന് പുറത്തിറങ്ങി കുറച്ച് ആളുകളുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി രാജകുമാരിയുടെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടു എന്ന്. അദ്ദേഹം തിരിച്ച് ആ കാട്ടിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ചെന്ന് രാജകുമാരിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. രാജകുമാരി ഇതെല്ലാം കേട്ട് കരയാൻ തുടങ്ങി. അദ്ദേഹം ആ രാജകുമാരിയോട് ഇങ്ങനെ പറഞ്ഞു, നീ കരയാതെ, ഞാനും ഒരു രാജകുമാരനാണ്. ഞാൻ നിന്റെ രാജകൊട്ടാരം നിനക്ക് തിരിച്ചു വാങ്ങിത്തരുന്നതായിരിക്കും. രാജകുമാരൻ ഇതും പറഞ്ഞ് അവിടെ നിന്നും പോയി. കൊട്ടാരത്തിൽ ചെന്ന് തന്റെ സൈനികരോടൊപ്പം രാജകുമാരിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അവർ ആ ദുർമന്ത്രവാദിനിയെ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ആ രാജകുമാരൻ മന്ത്രിയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ജയിലിലടച്ചു. രാജകുമാരിയെ തിരിച്ച് അവളുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. രാജകുമാരിക്ക് വളരെ സന്തോഷമായി. അവൾ രാജകുമാരനോട് വളരെയധികം നന്ദി അറിയിച്ചു. താങ്കളോട് എനിക്ക് അതിയായ കടപ്പാടുണ്ട്. എനിക്ക് വേണ്ടി താങ്കൾ ഒരുപാട് സഹായം ചെയ്തു. രാജകുമാരൻ പറഞ്ഞു, അത് സാരമില്ല. ഒരു രാജകുമാരൻ എന്ന നിലയിൽ ഇതെല്ലാം എന്റെ കർത്തവ്യമാണ്. ഞാനത് നിർവഹിച്ചു എന്നേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് രാജകുമാരൻ തിരികെ തന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോൾ കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കഥകൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ബെല്ലൈക്കണും അമർത്തൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കഥയും നഷ്ടമാവില്ല. ഇനി അടുത്ത കഥയിൽ കാണാം. ബൈ.